ഇന്നത്തെ ദിവസം സെപ്റ്റംബർ 25 നമുക്കും മറക്കാൻ പറ്റാത്ത ഒന്നാണ്. കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി ലോറി ഡ്രൈവർ അർജുനെ ഓർമ്മയുണ്ടോ? അർജുൻ്റെ മൃതദേഹം ഷിരൂരിലെ ഗംഗാവലി പുഴയിൽ നിന്ന് കണ്ടെത്തിയിട്ട് ഇന്നേക്ക് ഒരാണ്ട് തികയുകയാണ്. 2024 ജൂലൈ 16 ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിന് പിന്നാലെ കാണാതായ അർജുനായുള്ള തിരച്ചിൽ 72 ദിവസമാണ് നീണ്ടത്. സമാനതകളില്ലാത്ത തിരച്ചിലായിരുന്നു. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എന്ന പ്രാർത്ഥനകളെയെല്ലാം വിഫലമാക്കിക്കൊണ്ട് അർജുൻ്റെ മൃതദേഹ ഭാഗങ്ങൾ 2024 സെപ്റ്റംബർ മാസം 25 കണ്ടെത്തി. മലയാളികൾക്ക് ഇന്നും അർജുൻ ഒരു നൊമ്പരമാണ്, ആ അമ്മയ്ക്ക് മാത്രമല്ല. ഈ സങ്കടക്കാഴ്ച ഇന്നും നമ്മുടെ ഉള്ളുലയ്ക്കും. 72-ാം നാളാണ് ഗംഗാവലിപ്പുഴ ആ ഉത്തരം നൽകിയത്. ഒരത്ഭുതവും സംഭവിച്ചില്ല. നീണ്ട കാത്തിരിപ്പിനും കഠിന പ്രയത്നത്തിനുമൊടുക്കം ഗംഗാവലിയുടെ ആഴപ്പരപ്പിൽ നിന്ന് ഉയർത്തിയെടുത്ത തകർന്നമർന്ന ലോറിയിൽ നിന്ന് അർജുൻ്റെ ചേതനയറ്റ ശരീരം തിരിച്ചു കിട്ടി. ജൂലൈ 16 പുലർച്ചെയോടെയാണ് മരത്തടി കയറ്റിയ ലോറിയുമായി കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശിയായ അർജുൻ കർണാടകയിലെ ഷിരൂരിലെത്തിയത്. 8:30 ഷിരൂർ കുന്നിടിഞ്ഞ അർജുനും ലോറിയും കാണാമറയത്തേക്ക് മറഞ്ഞു. അന്നു രാത്രി തുടങ്ങിയതായിരുന്നു സഹോദരൻ അഭിജിത്ത്, സഹോദരി ഭർത്താവ് ജിതിൻ, ലോറി ഉടമകളായ മുബിൻ, മനാഫ് തുടങ്ങിയവരുടെ നിരന്തര പരിശ്രമം. അപകടം നടന്ന 3-ാം ദിവസമായിട്ടും രക്ഷാപ്രവർത്തനം കാര്യക്ഷമമല്ലെന്ന് തിരിച്ചറിഞ്ഞ റിപ്പോർട്ടർ ടിവിയും അർജുനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾക്ക് പിന്നിൽ ഉറച്ചുനിന്നു. അർജുന്റെ ജീവിതവും മരണവും അനിശ്ചിതത്വമായി അവസാനിക്കരുതെന്ന കുടുംബത്തിന്റെ നൊമ്പരം അങ്ങനെ കേരളം ഒന്നാകെ ഏറ്റെടുത്തു. ഗംഗാവലി നദി പോലെ വേലിയേറ്റവും വേലിയിറക്കവും നിറഞ്ഞ ദിനരാത്രങ്ങൾ. 2024 സെപ്റ്റംബർ 25 പുഴയിലെ മണ്ണു നീക്കിയുള്ള പരിശോധനയിൽ കരയിൽ നിന്നും 60 മീറ്ററോളം അകലെ ജലനിരപ്പിൽ നിന്ന് 12 മീറ്റർ ആഴത്തിൽ നിന്നാണ് അർജുന്റെ മൃതശരീരം കണ്ടെത്തിയത്. നാടിന്റെ മുഴുവൻ സ്നേഹത്തെയും ആദരവിനെയും സാക്ഷി നിർത്തി സെപ്റ്റംബർ 28 കേരളം അർജുന് വിട നൽകി. സർവ്വലോക മലയാളികളുടെ മനസ്സിൽ ഇന്നും അർജുൻ ഒരു നൊമ്പരമാണ്. ഉപാധികളില്ലാത്ത മനുഷ്യ സ്നേഹത്തിന്റെ ഒരു രേഖാചിത്രം. റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ.